ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ വലിയൊരു ഹാപ്പി ന്യൂസ് ആണ്. അതിന്റെ തുടക്കമായിട്ടുള്ള വാർത്ത എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ മുഴുവനായിട്ടും കാണുക. ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് എഡ്യൂക്കേഷൻ അപ്ഡേറ്റ്സിനും അവധി അറിയിപ്പിനും പരീക്ഷ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള വാർത്തകൾക്കും ഒക്കെ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും അധ്യാപകരും ഒരുപോലെ പറഞ്ഞൊരു കാര്യമാണ് ഈ SLC +1 +2 ഈ മൂന്നിലും സിലബസിന്റെ ചില കാഠിന്യവും അതുപോലെ തന്നെ അധിക സിലബസും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മന്ത്രിയായിരുന്ന വി ശിവൻകുട്ടി അവർ അവസാനം ഒരു പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. അടുത്ത അധ്യയന വർഷം 25% സിലബസുകൾ വെട്ടിച്ചുരുക്കും എന്ന ഒരു പ്രഖ്യാപനം. പിന്നീട് അത് വിവാദം ഒക്കെ ആയതാണ്. ഇപ്പോഴിതാ പുതിയ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ, അതായത് പുതുതായിട്ട് അധികാരമേറ്റ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശംസുദ്ദീൻ അവരുടെ നേതൃത്വത്തിലുള്ള പുതിയ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ, അത് മുഖ്യമന്ത്രിയുമായിട്ട് ഉൾപ്പെടെ ഇപ്പോൾ വരുന്ന പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് അടിമുടി പരിഷ്കരണത്തിന്, വിദ്യാഭ്യാസ മേഖലയെ അടിമുടിയായിട്ടുള്ള പരിഷ്കരണത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ മാത്രമല്ല കോളേജ് വിദ്യാർത്ഥികളുടെയും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ സിലബസ് പരിഷ്കരണത്തിന് പ്രത്യേക കമ്മിറ്റികൾ നിയോഗിക്കും എന്ന വാർത്ത കൂടിയാണ് വരുന്നത്. അപ്പോൾ ഇതിലെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇതിലൂടെ ഒരുപക്ഷെ ഈ വർഷം തന്നെ അവസാന പരീക്ഷയാകുമ്പോൾ സിലബസിൽ ചെറിയ ചില വെട്ടിച്ചുരുക്കലുകൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ വരുന്ന പാഠഭാഗങ്ങൾ ചെറിയ ചില വെട്ടിച്ചുരുക്കലുകൾ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ കോളേജിൽ തന്നെ ഇപ്പോഴത്തെ ഈ പറയുന്ന അക്കാദമിക് ഇയർ പുതുതായിട്ട് തുടങ്ങുമ്പോൾ എഞ്ചിനീയറിംഗ് വലിയ മാറ്റം ഉണ്ടാവാൻ ചാൻസ് ഇല്ല എങ്കിൽ പോലും കേരള, കാലിക്കറ്റ്, MG ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികളുടെ കീഴിലുള്ള ഈ സിലബസ് പരിഷ്കരിക്കപ്പെടേണ്ടതാണ് എന്ന തീരുമാനത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ട് ഒറ്റയടിക്ക് മാറ്റുമെന്നല്ല, പക്ഷേ ഇന്റേൺഷിപ്പിന്റെ ഉൾപ്പെടെയുള്ള ഭേദഗതികളിലും കാര്യങ്ങളിലും നിയമങ്ങളിലും ഒക്കെ അതിൻ്റെതായിട്ടുള്ള ഇളവും തീരുമാനങ്ങളും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി വരാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. ഇനി ഇംപ്രൂവ്മെന്റ് എക്സാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ അതിന്റെ ഡേറ്റ് ഒക്ടോബറിലേക്ക് ആക്കുന്നതോടുകൂടി വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും അത് കാരണമാകും. ഇനിയൊരു ക്ലാരിറ്റി വരേണ്ടത് 9 വരെയുള്ള വിദ്യാർത്ഥികളുടെ പാഠ്യേതര പ്രവർത്തനവും അതുപോലെ തന്നെ ഗ്രേസ് മാർക്കുകളിൽ ഇനി എന്തെങ്കിലും വർധനവുണ്ടോ അങ്ങനെയുള്ള ചില കാര്യങ്ങളിലാണ്. അതും നമ്മൾ എന്തായാലും ഈ ഓണപരീക്ഷയ്ക്ക് മുന്നേ തന്നെ പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കാം ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക്, വിദ്യാഭ്യാസ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഓൾ ദി ബെസ്റ്റ്.